ഈ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി, മാറ്റർ എന്ന് പറഞ്ഞല്ലോ, അതിന് മൂന്നിനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? വാട്ട് ഈസ് ദീസ് തിങ്സ്? മാറ്റർ പറഞ്ഞാൽ നമുക്ക് ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഹോൾ പോലെ വിസിബിൾ അല്ല, നമുക്ക് കാണാൻ പറ്റില്ല. 70% ഡാർക്ക് എനർജി. ഡാർക്ക് എനർജി റിപ്പോൾ ചെയ്ത് പോകുന്നതാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് പറയുന്നത്. ഇതെല്ലാം എക്സ്പെരിമെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും, കൺഫേം ആയിട്ടില്ല. എത്ര ഇപ്പോഴത്തെ കൺക്ലൂഷൻ 70% ഡാർക്ക് മാറ്റർ ആണ്, പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കും. അത് 70% ഡാർക്ക് എനർജിയാണ് പറയുന്നത്. അതിന്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ കോസ്മോളജി റിസർച്ച് നടക്കുന്ന പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. ഒരുപാട് ഈ രണ്ട് പ്രോട്ടോൺ ആൻഡ് കൊളൈഡ്, പുതിയ ലാർജ് ഹെഡ്രോൺ കൊളൈഡർ പറയും ജനീവയിലല്ല, അത് ഒരുപാട് എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ന്യൂട്രോണുകൾ കണ്ടിച്ചത്. ന്യൂട്രോണിന്റെ മാസ് 0 ആണ്, പക്ഷെ മാസ് 0 ആയിരുന്നില്ല. അങ്ങനെ ഹിഗ് ബോസോൺ പുതിയ പാർട്ടിക്കിളാണ് മാസ് കൂടുന്നത്. ഒരുപാട് പാർട്ടിക്കിൾസ് പഠിക്കുന്നുണ്ട് പാർട്ടിക്കിൾ ഫിസിക്സിലാണ്. പാർട്ടിക്കിൾ ഫിസിക്സ് വഴിയാണ് കോസ്മോളജിയിൽ പലതും കണ്ടിക്കാൻ പറ്റുന്നത്. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, പറയാൻ പറ്റില്ല. ഭാവി കണ്ടു ഇപ്പൊ സ്പെസിഫിക് റിലേറ്റിവിറ്റിയിൽ ഐൻസ്റ്റൈൻ പറഞ്ഞ കൗണ്ടർ ഇൻഡ്യൂട്ടീവ്, നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലായി കോമൺ സെൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഐൻസ്റ്റൈൻ്റെ സ്പെസിഫിക് റിലേറ്റിവിറ്റി പറഞ്ഞാൽ ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്, വേറെ അങ്ങനെ അതിനാണ് ഈക്വൽ MC² പ്രിൻസിപ്പിൾ വരുന്നത്. ജനറൽ റിലേറ്റിവിറ്റി പറയുന്നത് ഈ ഗ്രാവിറ്റിയെ കുറിച്ചാണ്. ഗ്രാവിറ്റി ആദ്യം കണ്ടുപിടിച്ചത് ന്യൂട്ടനാണ്. പക്ഷെ ന്യൂട്ടൺ എക്സ്പ്ലെയിൻ ഗ്രാവിറ്റി അല്ല ഐൻസ്റ്റൈൻ പറയുന്നത്. അതായത് സ്പേസ് ടൈം കർവേച്ചർ പറയും. 4 dimensional സ്പേസ്, എക്സ്പേസ്ഡ് സ്പേസും ടൈം 4 dimensional മിനോസ്കി പറയും. അപ്പൊ ആ സ്പേസ് ടൈം കർവേച്ചർ നടത്തുമ്പോൾ ഫ്ലാറ്റ് ആയിട്ട് സ്പേസ് ടൈം കർവേച്ചർ കേർവ് ആണ്. അതാണ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് നടക്കുന്നു പറയുന്നത്. പക്ഷെ ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആയിട്ടാണ് ന്യൂട്ടൺ പറഞ്ഞത്. ഐൻസ്റ്റൈൻ പറഞ്ഞ അങ്ങനെയല്ല. ന്യൂട്ടൺ പറഞ്ഞ ന്യൂട്ടനാണ് എല്ലാം തുടക്കം കുറിച്ചത്. പക്ഷെ അതിൽ ഡീപ്പിൽ പോയിട്ട് ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ കണ്ടിച്ച ഐൻസ്റ്റൈൻ ആണ്. പക്ഷെ ഈ ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇനി മാറാം. ക്വാണ്ടം മെക്കാനിക്സ് ഐൻസ്റ്റൈൻ പറഞ്ഞ് തെറ്റായി മാറുകയും ചെയ്തു. സയൻസിൽ എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ബാബു ജോസഫ് വൈസ് ചാൻസലർ ഉണ്ട്. പുള്ളി എന്റെ മെന്ററാണ് തീർച്ചയായും. പുള്ളി സയൻസിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഒന്നുമില്ല, മാറിക്കൊണ്ടേയിരിക്കും. റിലീജിയനിൽ അങ്ങനെയല്ല. നേരത്തെ എന്ത് പറഞ്ഞു അതാണ് ഇപ്പോഴും. അത് മാറ്റാൻ സമ്മതിക്കുക. ഡോഗ്മാറ്റിക്സ് എന്ന് പറയുന്നത് സയൻസിലുള്ള സ്കെപ്റ്റിസിസം, ഡൗട്ട് വെച്ചുകൊണ്ടേയിരിക്കും. ഒരു സയന്റിസ്റ്റിന്റെ ഏറ്റവും വലിയ ചോദ്യം ചോദിക്കില്ലായിരിക്കും, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ഐൻസ്റ്റൈൻ്റെ ഏറ്റവും വലിയ കഴിവ് ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെയാണ് അതിന് ഡീപ്പിൽ പോയത്. എല്ലാവരും പറയാം ഭയങ്കര സ്മാർട്ട്. അപ്പൊ തോന്നുന്നു ഞാൻ സ്മാർട്ട് ഒന്നുമില്ല, എന്റെ ക്യൂരിയോസിറ്റി ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പാഷനാണ്. അങ്ങനെ അതിൽ ഡീപ്പിൽ പോയതാണ്. ഐൻസ്റ്റൈനെക്കാട്ടും എടുക്കാനാണ് ന്യൂട്ടണും ടെസ്ലയും ഡാവിഞ്ചി അല്ല. ഐൻസ്റ്റൈൻ ഫിസിക്സ് മാത്രമേ ഉള്ളൂ, മാത്സ് പോലും പുള്ളിക്ക് താല്പര്യമില്ല. കാരണം മാത്സ് റിഗ്രസ് ആണ്. പുള്ളിയുടെ ഏറ്റവും കഴിവ് ഇമാജിനേഷനാണ്. ഇപ്പൊ മോഡേൺ ഐൻസ്റ്റൈനായിട്ടാണ് ഹോക്കിങ്ങിന് പറയുന്നത്. പക്ഷെ ഹോക്കിങ് ആ ലെവലിലൊന്നും വന്നിട്ടില്ല. ഈ ഐൻസ്റ്റൈൻ ഉണ്ടാക്കിയതാണ് ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണെന്ന്? കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഈ സ്റ്റാറ്റിക് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. സ്റ്റാറ്റിക് ആണ് പ്രൂവ് ചെയ്യാൻ. പുള്ളി അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്യും. പുള്ളിയുടെ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഭയങ്കരമാണ്. കാര്യം തെറ്റാന്ന് തോന്നി പുള്ളി അപ്പൊ തന്നെ സമ്മതിക്കും. സയൻസിലെ ഏറ്റവും വലിയ റിസർച്ച് ചെയ്യാം, ഫിലോസഫി സയൻസ് റിസർച്ച് ഹോണസ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെറ്റാണെങ്കിൽ അപ്പൊ ഇപ്പൊ മാർക്സിസം പോലും സയന്റിഫിക് അല്ല. കാരണം മാർക്സിസം തെറ്റാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ സയന്റിഫിക് അങ്ങനെ സ്യൂഡോ സയൻസ് ആണ്. സയൻസിൽ തെറ്റാൻ തോന്നിയാൽ അപ്പൊ കളയണം. ഇപ്പൊ ഞാൻ റിസർച്ച് പോപ്പർ ഒരാളുണ്ട്, അയാൾ പറയുന്ന എന്തെങ്കിലും നെഗറ്റീവ് തോന്നി അപ്പൊ തന്നെ കളയണം പറയാം. പക്ഷെ ലെക്കറ്റോസ് പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് ഇപ്പൊ ക്രിയേഷൻ തിയറി, ബൈബിൾ പറയുന്ന ക്രിയേഷൻ തിയറി നമ്മള് പോപ്പർ ആണെങ്കിൽ അപ്പൊ തന്നെ കളയും. പക്ഷെ ഇപ്പൊ മറ്റേ ലെക്കറ്റോസ് പറയുന്നത് അങ്ങനെയല്ല. ആ തിയറി ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാം. ഭാവിയിൽ ചിലപ്പോൾ സയന്റിഫിക് ആയിട്ട് മാറാം. ക്രിയേഷൻ തിയറി സയന്റിഫിക് ആവാം. പിന്നെ എല്ലാം പറഞ്ഞ എവല്യൂഷൻ തിയറി എവിഡൻസ് കൂടുതൽ. പക്ഷെ എവല്യൂഷൻ ആദ്യം എന്താ ചോദിച്ചാൽ ഉത്തരവില്ല, അതുകൊണ്ടാണ് ചോദിച്ച ഉത്തരവില്ല. ക്രിയേഷൻ തിയറി ആക്ച്വലി ഒരു സൂപ്പർ ഹ്യൂമൻ നേച്ചറിന് വേണമെങ്കിൽ പറ്റാം, അങ്ങനെ പറ്റാം. നമ്മുടെ ലോജിക്ക് ആവണമില്ല, അതിന്റെ ലോജിക്ക്. ഇപ്പൊ മിറാക്കിൾസ് ഉണ്ടാവില്ല, സ്പിനോസ പറഞ്ഞു. മിറാക്കിൾസ് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? സയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിഡൻസ് ആണ്, കാണുന്ന കാര്യങ്ങളാണ്. എംപറിക്കൽ നോക്കി ദൈവവും ഇല്ല. പക്ഷെ ട്രാൻസ്ജെൻഡർ ലെവലിൽ ഉണ്ടാവാനില്ല. മെറ്റാഫിസിക്കൽ ചിന്തിക്കുമ്പോ ഇപ്പൊ ലോജിക്കൽ പോസിറ്റീവിലല്ല, എവിഡൻസ് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എവിഡൻസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ലോജിക്കലി ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. പക്ഷെ എംപറിക്കലി ദൈവം ഇല്ല. അങ്ങനെയാണ് ദൈവം ഇല്ലെന്ന് സയന്റിഫിക് തിങ്കിങ്ങിൽ ആൾക്കാർ പറയണം. പക്ഷെ ഇപ്പൊ സയന്റിഫിക് ആയിട്ട് അതൊന്ന് റിലീജിയൻ ആയിട്ട് മാറുക, കമ്മ്യൂണിസം പോലെ. അത് ഡോഗ്മാറ്റിക് ആയി മാറുക. സയൻസ് റിലീജിയൻ ആയിട്ട് മാറുക, കമ്മ്യൂണിസ്റ്റ് ആയ പോലെ. ഈ കയോസ് തിയറി എന്താന്ന് പറയാം? കയോസ് തിയറിയിൽ അത് മാത്തമാറ്റിക്കലി ആണ് പറയണ്ട, ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയും. അത് ഒരു സ്ഥലത്ത് അത് കുറച്ച് ഹൈപ്പോത്തറ്റിക് പേര് പറയണ്ട. ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത, വിങ്സ് ഫ്ലാപ്പ് ചെയ്ത സൗത്ത് അമേരിക്കയിൽ ചെയ്ത, നോർത്ത് അമേരിക്കയിൽ അവിടെ സൈക്ലോൺ മറ്റേ പലതും ഉണ്ടാവുക. അത് കുറച്ച് എക്സാഗ്രേറ്റ് പറയാനാണ്. അത് ഒരുപാട് തിയറി റിസർച്ച് നടക്കുന്നുണ്ട്. അത് ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്. അവർ ഒരുപാട് റിസർച്ച് മാത്തമാറ്റിക്കലി മെട്രിക്സ് ഉപയോഗിച്ച് ഒരുപാട്
എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യൻ സയൻസ് ബാംഗ്ലൂരിൽ എന്നാൽ പോയപ്പോൾ അവിടെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ട് ഇപ്പൊ കോൺഷ്യസ്നസ് എടുത്താൽ അത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഒരു റിസർച്ച് നമുക്ക് ഇന്നലെ ഉണ്ടാക്കണം പറഞ്ഞ് ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നു വരുന്നു, അല്ലാതെ ഇപ്പൊ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചപ്പോ അത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്ന വിചാരിച്ചുണ്ടാക്കിയതല്ല, ഉണ്ടായതാണ്. എനിക്ക് ഇപ്പോൾ സയൻസ് സ്റ്റുഡൻസിന് പറയാനുള്ളത്, നിങ്ങൾ മെഡിക്കൽ ലൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം ഇപ്പൊ എന്റെ ഫാദറിന് 2 അസുഖമുണ്ട്, അമലിയോസിസും മൾട്ടിമൈനോ, രണ്ടിനും മരുന്നില്ല. അതേപോലെ ഹീമോഫീലിയ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാറില്ല. ഇതിനെല്ലാം നിങ്ങൾ മരുന്ന് കണ്ടിരിക്കുമോ? നിങ്ങൾ ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കണ്ടുവച്ചാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ മെഡിക്കലായിട്ട് കാര്യം റിസർച്ച് ചെയ്യും. അതിലാണ് ആൾക്കാർക്ക് ഏറ്റവും ഇവിടെ എല്ലാ പിള്ളേരും ഈ കോസ്മോളജി പറയുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ എവിടെയും പോയാൽ പിള്ളേരെല്ലാം വായിക്കുന്ന ഇങ്ങനത്തെ ബുക്സ് ആണ്. ആ മെഡിക്കൽ റിസർച്ചിൽ ഡോക്ടർ ആയതുകൊണ്ട് കാര്യമില്ല, സിസ്റ്റർ ഡോക്ടറായിട്ട് കാര്യമില്ല. കാരണം അവര് നേരത്തെ കണ്ടുപിടിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. പുതിയതായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ മെഡിക്കൽ റിസർച്ച് ചെയ്യണം. അത് ഡോക്ടേഴ്സ് പോലും ചെയ്യുന്നില്ല. അവര് ഈ പഠിച്ചത് വെച്ച് പറയുന്നല്ല, അത് പുതിയതൊന്നും ചെയ്യുന്നില്ല. മെഡിക്കൽ റിസർച്ചാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിപ്പോ ഇവിടെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്, വളരെ കുറവാണ്. അത് മാത്രമല്ല അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവിടെ ഫാർമസ്യൂട്ടിക്കൽ ലോബി ഭയങ്കരമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാർക്ക് ലോബി ചെയ്യുന്നുണ്ട്. എനിക്കോട് കോവിഡ് പോലും അവരുണ്ടാക്കിയതാണ്. സ്കർബിയൻ ഡിസീസ് അവരുണ്ടാക്കിയിട്ട് പിന്നെ മരുന്നുകൊണ്ടിച്ചാണ്. കോവിഡ് പോലും അവർ നേരത്തെ ഉണ്ടാക്കിയിട്ട് മരുന്നുകൊണ്ടിച്ചാണ്. ഭയങ്കര ലോബി. അവർ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ബിസിനസ്സാണ്. ഒരുപാട് കള്ളത്തരം കാണിക്കേണ്ടവർ. ഇപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ മരുന്ന് നമുക്ക് ക്യൂർ ഇല്ല, കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. ക്യൂർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആരും വാങ്ങിക്കില്ല മരുന്ന്. പിന്നെ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാക്കുക, സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ ഒരു 5% മരുന്ന് കൺസേൺ ഓർഗനിൽ എത്തുള്ളൂ. ബാക്കി തന്നെ വേറെ സ്ഥലത്ത് പോയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ടാർഗറ്റഡ് ഡ്രഗ് തെറാപ്പി പറഞ്ഞ റിസർച്ച് നടക്കണം. ഇപ്പൊ എല്ലാവരും ആയുർവേദത്തെ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ ആയുർവേദത്തിൽ പണ്ടത്തെ ആയുർവേദം നല്ലതായിരുന്നു, നാച്ചുറൽ ആയിരുന്നു. അത് മാത്രമല്ല മെഡിക്കൽ മാഫി ഇപ്പൊ ഓരോ ഹോസ്പിറ്റൽ വലിയ വലിയ പ്രൈവറ്റ് കമ്പനീസിലുള്ള അവർക്ക് ബിസിനസ് ആണ് ഇതാ. അവിടെ എന്തൊക്കെയാണ് വെള്ളത്തിൽ നടക്കുന്നത്, ഓർഗൻ മാഫിയ, എന്തൊക്കെയാണ് നടക്കുന്നത്. ഇതിനെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തായാലും ബേസിക്കലി വേണ്ട എത്തിക്സ് ആണ്. നമുക്ക് എത്തിക്സ് ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല.